എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും ഓരോ ചെടിക്കും ഓരോ വളം അന്വേഷിച്ച് നടക്കാറാണ് പതിവ്. എന്നാൽ ഇനി നമ്മുടെ വീട്ടിലെ എല്ലാ കൃഷിക്കും, അതായത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും കൂടാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വരെ ഒരേപോലെ നൽകാൻ പറ്റിയ ഒരു മാന്ത്രിക വളമുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നും ഇത് ചെടികൾക്ക് നൽകേണ്ട ശരിയായ രീതിയും അതുപോലെ എങ്ങനെയാണ് ഓരോ കൃഷിക്കും പ്രയോജനപ്പെടുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വളം 2 ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അടുത്തത് ശർക്കരയാണ്. ശർക്കര നമ്മൾ 2ാം ഘട്ടത്തിലാണ് ചേർക്കുന്നത്. ജസ്റ്റ് കാണിക്കാനായിട്ട് എടുത്തതാണ്. അതായത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അതേ തൂക്കം തന്നെ വേണം ശർക്കരയ്ക്കും. അതായത് ഒരു മുട്ട ഏകദേശം 30നും 50 ഗ്രാമിനും ഇടയിലുള്ള തൂക്കമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു മുട്ടയ്ക്ക് 50 ഗ്രാം ശർക്കര എന്ന കണക്കിലാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് നാരങ്ങയാണ്. ഞാനിവിടെ നന്നായിട്ട് മൂടി വെക്കാൻ അടപ്പുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും നനവില്ലാത്ത പാത്രമായിരിക്കണം എടുക്കേണ്ടത്. ഇത് കുറച്ച് ദിവസം എടുത്ത് തയ്യാറാക്കുന്ന വളമായതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ പുഴു വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വളം 6 മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് എന്തുമാത്രം ചെടികൾ ഉണ്ടോ അതനുസരിച്ച് കൂടുതൽ മുട്ട വേണമെങ്കിലും എടുത്ത് തയ്യാറാക്കാം. അതനുസരിച്ച് ശർക്കരയുടെയും നാരങ്ങയുടെയും അളവ് കൂട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. ഇതുപോലത്തെ നാടൻ മുട്ട കിട്ടുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ 2 മുട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ മുട്ടയുടെ നികക്കെ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങയുടെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ നാരങ്ങയുടെയും വലിപ്പം അനുസരിച്ച് അതിൻ്റെ നീരിനും വ്യത്യാസം വരും. ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് നാരങ്ങാനീരിന് പകരം വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നാരങ്ങാനീരും വിനാഗിരിയും പകുതി വീതം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 11 നാരങ്ങയാണ് എടുത്തത്. പക്ഷേ ഇത് വളരെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് മുട്ട ഫുള്ളായിട്ട് മൂടത്തക്ക വിധം നാരങ്ങാനീര് കിട്ടിയില്ല. ബാക്കി 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാരങ്ങ മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിപ്പമുള്ള നാരങ്ങയാണെങ്കിൽ ഒരു 15 എണ്ണം എടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീര് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുട്ട കൂടി വെക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പോൾ 3 മുട്ടയും നാരങ്ങാനീരിൽ മുങ്ങിയാണ് കിടക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട മൂടത്തക്ക രീതിയിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതുപോലെ കുമിളകൾ വരുന്നത് കാണാം. ഇത് മുട്ടത്തോടിലെ കാൽസ്യവും നാരങ്ങാനീരിലെ ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് മുട്ടത്തോട് അലിഞ്ഞ് അതിലെ കാൽസ്യം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള ദ്രാവക രൂപത്തിലേക്ക് മാറുന്നത്. ഇനി നമുക്കിത് ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കാണുന്നത് മുട്ടയും നാരങ്ങാനീരും കൂടി ഒഴിച്ചു വെച്ചിട്ട് 20 ദിവസമായതാണ്. നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മുട്ടയുടെ തോട് നാരങ്ങാനീരിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് മുട്ടയുടെ പുറമെയുള്ള കാൽസ്യം കാർബണേറ്റ് മുഴുവനുമാണ് താഴെ അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ മുട്ട ഒരു റബ്ബർ പന്ത് പോലെ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ മുട്ട ഒരു സ്പൂൺ വെച്ച് നന്നായി ഉടച്ച് ചേർക്കണം. അതിനുശേഷം ഇതിലേക്ക് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് സൂക്ഷ്മജീവികൾ നന്നായിട്ട് വളരാനും കൂടുതൽ കരുത്ത് കിട്ടാനുമാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ മൊത്തം 40 ദിവസം കഴിഞ്ഞാണ് ഇത് പൂർണ്ണ രൂപത്തിലാകുന്നത്. ഇടയ്ക്ക് ഒരു 10 ദിവസം കഴിയുമ്പോൾ, അതായത് ശർക്കര ചേർത്തതിന് ശേഷം 10 ദിവസം കഴിയുമ്പോൾ ഈ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഉണങ്ങിയ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കൃത്യം 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ എഗ്അമിനോ ആസിഡ് വളം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതേപടി ഇരുന്നാലും ഇത് കേടാകില്ല. ആവശ്യത്തിന് ഉണങ്ങിയ സ്പൂൺ വെച്ച് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. നനവ് പാടില്ല. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്ത് കാണിക്കാം. അരിച്ചെടുക്കുന്ന അരിപ്പയിലോ പാത്രത്തിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല.
അതുപോലെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ബാക്കി വരുന്ന മുട്ടത്തോടിൻ്റെ അവശിഷ്ടം നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഇട്ടിട്ട് മണ്ണിട്ട് മൂടിക്കൊടുത്താൽ മതിയാകും. ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. അതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കിയ വളം ഗുണനിലവാരമുള്ളതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിറം. അതായത് നന്നായി തയ്യാറാക്കിയ എഗ് അമിനോ ആസിഡിന് ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ തേൻ നിറമായിരിക്കും ഉണ്ടാവുക. അതായത് ശർക്കരയുടെ ഗുണമേന്മയും മുട്ടത്തോട് എത്രത്തോളം അലിഞ്ഞു എന്നും ഈ നിറത്തെ സ്വാധീനിക്കും. രണ്ടാമത്തെ കാര്യം, മണം. പലരും വിചാരിക്കുന്നത് മുട്ട ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു വളത്തിന് കടുത്ത ദുർഗന്ധമുണ്ടാകുമെന്നാണ്. എന്നാൽ ശരിയായ രീതിയിൽ പുളിച്ചു വന്ന വളത്തിന് ഒരു ലൈറ്റായിട്ടുള്ള മദ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വിനാഗിരിയുടെയോ പോലെ നല്ലൊരു പുളിപ്പുള്ള മണമാണ് ഉണ്ടാവുക. ചീഞ്ഞ മണമുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോസസ്സ് പാളിപ്പോയി എന്നാണ്. ഇനി ഈ ഒരു വളം എങ്ങനെ എത്ര അളവിൽ ഉപയോഗിക്കണമെന്ന് പറയാം. ഇതൊരു കോൺസെൻട്രേറ്റഡ് ലൈനിയാണ്, അതുകൊണ്ട് നേരിട്ട് ഉപയോഗിക്കരുത്. സാധാരണ ചെടികൾക്ക്, അതായത് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി മുതൽ 5 മില്ലി വരെ മാത്രം ഇത് ചേർക്കുക. അതായത് 1 ലിറ്റർ വെള്ളത്തിന് ഒരു ചെറിയ സ്പൂൺ വളം മതിയാകും. ചെടികൾക്ക് പോഷകങ്ങൾ ഏറ്റവും വേഗത്തിൽ ആഗിരണം ചെയ്യുന്നത് ഇലകളിലൂടെയാണ്. അതുകൊണ്ട് വെയിലാറിയ ശേഷം വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഇലകളുടെ ഇരുവശത്തും നന്നായി നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചെടികളുടെ സ്റ്റൊമാറ്റ വഴി നേരിട്ട് ഹോർമോണുകളെ ഉള്ളിലെത്തിക്കാൻ സഹായിക്കും. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടാൻ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം വേരുകളുടെ വളർച്ചയ്ക്കും മണ്ണിലെ കാൽസ്യം ലഭ്യതയ്ക്കും ഇത് നല്ലതാണ്. ഇനി എന്താണ് ഈ എഗ് അമിനോ ആസിഡ് എന്ന് നോക്കാം. അതായത് ചെടികൾക്ക് വളരാൻ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ മാത്രം പോരാ, പ്രോട്ടീനുകളുടെ അടിസ്ഥാനമായ അമിനോ ആസിഡുകൾ കൂടി വേണം. അതായത് മുട്ടയിലെ പ്രോട്ടീനിനെ നാരങ്ങാനീരിലെ സിട്രിക് ആസിഡ് ഉപയോഗിച്ച് വിഘടിക്കുമ്പോഴാണ് ഈ വളം ഉണ്ടാകുന്നത്. ഇതിൽ കാൽസ്യം ധാരാളമുണ്ട്. ഇത് ചെടികളുടെ പ്രതിരോധശേഷി കൂട്ടുകയും ഹോർമോൺ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് മൂലം കൂടുതൽ പൂക്കൾ വളരാൻ കാരണമാകുന്നു. കൂടാതെ ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ വലിയ കായ്കളായി മാറാനും ഈ വളം സഹായിക്കും. അതുകൊണ്ട് ചെടികളിൽ ആദ്യത്തെ ഡോസ് കൊടുക്കേണ്ടത് ചെടി പൂക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇത് നൽകണം. അതിനുശേഷം കായ്കൾ പിടിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ ഡോസ് നൽകാം. ഇങ്ങനെ 10-15 ദിവസം ഇടവിട്ട് ഈ വളം നൽകാവുന്നതാണ്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ലതാണെന്ന് വിചാരിച്ച് ഒരു കാരണവശാലും കൂടുതൽ അളവിൽ ചേർക്കരുത്. പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ 1 ലിറ്റർ വെള്ളത്തിൽ മാക്സിമം 5 മില്ലി മാത്രമേ ചേർക്കാവൂ. കൂടിയ അളവിൽ ചേർത്താൽ ഇലകൾ മഞ്ഞ നിറമാകാനും കരിഞ്ഞു പോകാനും കാരണമാകും. ഈ ഒരു വളം വിവിധ ഇനം കൃഷികൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പച്ചക്കറി ചെടികളായ തക്കാളി, മുളക്, പയർ, വഴുതന തുടങ്ങിയ പച്ചക്കറികളിൽ പൂ കൊഴിച്ചൽ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പൂവിടുന്ന സമയത്ത് ഈ ഒരു വളം നൽകിയാൽ പൂക്കൾ കൊഴിയുന്നത് തടയാനും കായ്കൾ പെട്ടെന്ന് പിടിക്കാനും സഹായിക്കും. കൂടാതെ തക്കാളിയുടെ അടിഭാഗം കറുത്ത് ചീഞ്ഞു പോകുന്ന അവസ്ഥ മാറാനായിട്ട് ഈ ഒരു വളത്തിലെ കാൽസ്യം മികച്ചതാണ്. അടുത്തത് പൂച്ചെടികളായ റോസ്, ജമന്തി, മുല്ല തുടങ്ങിയ ചെടികൾക്ക് ഇത് നൽകിയാൽ പൂക്കൾക്ക് നല്ല വലിപ്പവും നിറവും ഉണ്ടാകും. കൂടാതെ പൂക്കൾ കൂടുതൽ കാലം ചെടിയിൽ വാടാതെ നിൽക്കാനും ഇത് സഹായിക്കും. അടുത്തത് നമ്മുടെ ഫലവൃക്ഷങ്ങളായ മാവ്, പ്ലാവ്, റംബുട്ടാൻ കൂടാതെ സിട്രസ് വർഗത്തിൽപ്പെട്ട ഓറഞ്ച്, നാരകം എന്നിവയ്ക്കും ഇതൊരു ടോണിക് പോലെയാണ്. അതായത് കണ്ണിമാങ്ങ കൊഴിച്ചിൽ തടയാനും പഴങ്ങൾക്ക് നല്ല മധുരം കിട്ടാനും കായ്കൾക്ക് നല്ല വലിപ്പം കിട്ടാനും ഇത് സഹായിക്കും. വലിയ മരങ്ങൾക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തൈകൾക്ക്, അതായത് ചെടി നട്ട് 4 മാസം കഴിഞ്ഞ ഏത് ചെറിയ ഫലവൃക്ഷ തൈകൾക്കും ഇത് നൽകാം. ചെറിയ തൈകൾക്ക് നൽകിയാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ചെടികൾക്ക് നല്ല വേരോട്ടവും കരുത്തുമുള്ള തണ്ടുകളും നല്ല പ്രതിരോധ ശേഷിയും കൂടാതെ ചെടി മുരടിച്ച് നിൽക്കാതെ പുതിയ തളിരിലകൾ വന്ന് പെട്ടെന്ന് വളരാൻ ഇത് സഹായിക്കും. ചെറിയ തൈകൾക്ക് നൽകുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി എന്ന അളവിൽ മാത്രം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ ഫലം കിട്ടുന്നത്. എന്നാൽ വലിയ ഫലവൃക്ഷ മരങ്ങൾക്ക് ആണെങ്കിൽ 10 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി വരെ ചേർത്ത് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
അമിതമായാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും വീര്യം കൂടിയ വളമാണിത്. അതുപോലെ തെങ്ങിലെ മച്ചിങ്ങ കൊഴിച്ചിൽ മാറ്റാൻ എഗ് അമിനോ ആസിഡിനോളം മികച്ച മറ്റൊരു ജൈവവളമില്ല. തേങ്ങയുടെ വലിപ്പം കൂട്ടാനും കാമ്പിന് കട്ടി നൽകാനും ഇത് സഹായിക്കും. തെങ്ങിന് സ്ഥിരമായി എഗ് അമിനോ ആസിഡ് നൽകേണ്ടതില്ല. 4 മാസത്തിലൊരിക്കൽ നൽകുന്നത് തെങ്ങിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടാൻ സഹായിക്കും. വലിയ തെങ്ങിന് ഒഴിക്കേണ്ട രീതി തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഏകദേശം 1.5 അല്ലെങ്കിൽ 2 മീറ്റർ ദൂരത്തിൽ തടവെടുത്തിട്ട് വേണം ഈ ലായനി ഒഴിച്ചു കൊടുക്കാൻ. കാരണം തെങ്ങിൻ്റെ വലിച്ചെടുക്കുന്ന വേരുകൾ ഈ ദൂരത്തിലാണ് ഉണ്ടാവുക. തെങ്ങിന് കൊടുക്കേണ്ട അളവ് 15 മുതൽ 20 ലിറ്റർ വെള്ളം എടുക്കുക. ഇതിലേക്ക് ഒരു 150 മുതൽ 200 മില്ലി വരെ എഗ് അമിനോ ആസിഡ് ചേർത്ത് കലക്കിയ ലായനി തെങ്ങിൻ്റെ തടത്തിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തെങ്ങോലകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മഞ്ഞ നിറമോ കീടശല്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഓലകളുടെ ഇരുവശത്തും സ്പ്രേ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രധാന വളമായി തെങ്ങിന് നൽകുമ്പോൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തത് നമ്മുടെ കിഴങ്ങുവർഗ്ഗങ്ങളായ ചേമ്പ്, കാച്ചിൽ, മരച്ചീനി തുടങ്ങിയവയ്ക്ക് ഇത് നൽകിയാൽ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പം ലഭിക്കും. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടി മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കാൻ ഇതിലെ ശർക്കരയുടെ അംശം നല്ലതാണ്. ഇനി കുറച്ച് കൃഷി ടിപ്സ് കൂടി പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നിരുന്നാലും പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നനയ്ക്കുന്ന സമയം. പലരും ഉച്ചസമയത്ത് ചെടി വാടുന്നത് കണ്ടിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്. ഇത് അപകടമാണ്. ചെടികൾക്ക് നനയ്ക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ 8 മണിക്ക് മുമ്പോ വൈകുന്നേരം 5 മണിക്ക് ശേഷമോ ആണ്. ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മണ്ണിലെ ചൂട് കാരണം വേരുകൾ വെന്തു പോകാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ടിപ്പ് മൾച്ചിങ്. ഇപ്പോൾ വേനൽക്കാലം തുടങ്ങിയതുകൊണ്ട് ചുവട്ടിൽ ഉണങ്ങിയ കരിയിലകളോ ചകിരിയോ നിരത്തി വെക്കുക. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും മണ്ണ് അമിതമായി ചൂടാകുന്നത് തടയാനും സഹായിക്കും. അടുത്ത മൂന്നാമത്തെ ടിപ്പ് തടവിളക്കൽ. അതായത് ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് മൂലം വേരുകളിലേക്ക് ഓക്സിജൻ എത്താനും ചെടി വേഗത്തിൽ വളരാനും സഹായിക്കും. അടുത്ത നാലാമത്തെ ടിപ്പ് അടുക്കളയിലെ മാന്ത്രിക വെള്ളം. അതായത് അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം, പച്ചക്കറി കഴുകിയ വെള്ളം, പയറുവർഗ്ഗങ്ങൾ കുതിർത്ത വെള്ളം എന്നിവ ഒരിക്കലും വെറുതെ കളയരുത്. ഇതിൽ ചെടികൾക്ക് വേണ്ട പൊട്ടാസ്യവും വിറ്റാമിനുകളും ധാരാളമുണ്ട്. ഇത് നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് ഒരു മികച്ച നാച്ചുറൽ ബൂസ്റ്ററാണ്. അടുത്ത അഞ്ചാമത്തെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പിച്ചി വിടുക. അതായത് പിഞ്ചിങ് ഫോർ ബുഷി ഗ്രോത്ത്. അതായത് മുളക്, തുളസി, മല്ലി തുടങ്ങിയ ചെടികൾ നീളത്തിൽ മാത്രം വളരുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ തളിരിലകൾ മാത്രം നഖം കൊണ്ട് പതുക്കെ നുള്ളിക്കളയുക. ഇതിനെയാണ് പിഞ്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ചെടി വശങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് അതായത് നല്ല ബുഷിയായിട്ട് വളരും. അപ്പോൾ കൂട്ടുകാരെ, വളരെ ലളിതമായി എന്നാൽ അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ എഗ് അമിനോ ആസിഡിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന രാസവളങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ഗുണമാണ് ഇത് നമ്മുടെ ചെടികൾക്ക് നൽകുന്നത്. ഇത് മണ്ണ് നശിക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന പച്ചക്കറികളും ഫലങ്ങളും പൂർണ്ണമായും വിഷരഹിതമായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ചെടികൾ പൂക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നോ എന്നോ ഉള്ള പരാതികൾ ഇനി ഉണ്ടാകില്ല. ഈ വളം ഒരു തവണയെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ കാർഷിക അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു കൃഷിദിനം ആശംസിക്കുന്നു.